PSC ഷാർപ്പറിൻ്റെ പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 198/2014 ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ രാമൻ നമ്പി. കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? രാമൻ നമ്പി. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണ് ഇവ. ഏതാണ് ആ സത്യാഗ്രഹം? ആൻസർ ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹമാണ്. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണ് ഇവ. ഏതാണ് ആ സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹമാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ നായർ സമുദായ ഭൃത്യജന സംഘം. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? നായർ സമുദായ ഭൃത്യജന സംഘം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭമാണ്. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിലേതാണ്? ആൻസർ നിവർത്തന പ്രക്ഷോഭമാണ്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വക്കം മൗലവിയാണ്. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര്? ആൻസർ ഓപ്ഷൻ ബി സൈരന്ധ്രി വനമാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷൻ ആയ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി മലപ്പുറമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? ആൻസർ മലപ്പുറമാണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ചമ്പുക്കളാണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചീരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ചമ്പുക്കളാണ്. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൂടിയാട്ടമാണ്. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ്. ഭാഷാഷ്ടപതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാമപുരത്ത് വാര്യറാണ്. ഭാഷാഷ്ടപതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാമപുരത്ത് വാര്യറാണ്. നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാളാണ്. നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആരാണ്? ആൻസർ സ്വാതി തിരുനാളാണ്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം.
ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ ഗേറ്റ് ആണ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏതാണ്? ആൻസർ ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്? ആൻസർ ഓപ്ഷൻ എ 5 വർഷമാണ്. ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്? ആൻസർ 5 വർഷമാണ്. മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ സി 44-ാമതാണ്. മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ സി 44-ാമതാണ്. കേരളത്തിൽ സൈനികാവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ ആണ്. കേരളത്തിൽ സൈനികാവശ്യത്തിനായി ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ വെല്ലിംഗ്ടൺ ആണ്. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ? ആൻസർ ഓപ്ഷൻ സി സംസ്കൃതമാണ്. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ സിംഹമാണ്. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? ആൻസർ സിംഹമാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ആൻസർ ഓപ്ഷൻ ഡി മഹാനദിയാണ്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ്. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാഞ്ചൻജംഗ. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ ശരാവതിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ശരാവതിയാണ്. കേഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. കേഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ഹാർഡിഞ്ച് പ്രഭുവാണ്. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാരാണ്? ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച് സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധർ തിലകാണ്. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ബാലഗംഗാധർ തിലകാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2013 ജൂലൈ 15 മുതൽ ടെലഗ്രാം നിർത്തലാക്കി. ഇത് ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ 1850-ലാണ്. 2013 ജൂലൈ 15 മുതൽ ടെലഗ്രാം നിർത്തലാക്കി. ഇത് ആരംഭിച്ച വർഷം 1850-ലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം? ആൻസർ ഓപ്ഷൻ ബി ഡൽഹിയാണ്. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം ഡൽഹിയാണ്.
ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മലയാളമാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ മലയാളമാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. മാതാപിതാക്കളുടെ മരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി സ്നേഹപൂർവമാണ്. മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹപൂർവം. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ലോക ദാരിദ്ര്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ജൂൺ 28 ലോക ദാരിദ്ര്യ ദിനമായി ആചരിക്കുന്നത് ജൂൺ 28. ISROയുടെ ആസ്ഥാന മന്ദിരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി അന്തരീക്ഷ ഭവൻ. ISROയുടെ ആസ്ഥാന മന്ദിരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീക്ഷ ഭവൻ. ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അശോക ചക്രവർത്തിയാണ്. ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അശോക ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1951. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി കർണാടകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി ഡെറാഡൂൺ ആണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡെറാഡൂൺ ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ദുർഗാപൂർ ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏതാണ്? ദുർഗാപൂർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ച്വറി തികച്ച ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ച്വറി തികച്ച ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം പെരിയാറാണ്. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. യു ആർ യുണീക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി AK ആൻ്റണി ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി AK ആൻ്റണി ആണ്. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി മറയൂറാണ്. കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം മറയൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഉടുമ്പൻചോലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ആൻസർ ഉടുമ്പൻചോലയാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശിമംഗലം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി പാലക്കാടാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശ്ശിമംഗലം ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി? ആൻസർ ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആൻസർ ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യയാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1951 ആണ്.
ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951 ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല? ആൻസർ ഓപ്ഷൻ സി കൊല്ലമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല കൊല്ലമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം? ആൻസർ ഓപ്ഷൻ ഡി ലക്ഷ്യ 1 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം? ആൻസർ ഓപ്ഷൻ ഡി ലക്ഷ്യ 1 ആണ്. പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി 13ാമത്തെയാണ്. നിലവിലെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. പ്രണബ് മുഖർജി 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ദ്രൗപദി മുർമു നിലവിലെ രാഷ്ട്രപതിയാണ്. 15ാമത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇന്നത്തെ 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം. താങ്ക്